മയിലുകളെ നമ്മൾ കൂട്ടിൽ തരട്ടെ. സീബു ബീച്ചിലാണുള്ളത്. ഈ സീബു ബീച്ചിൽ നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് സീബു ബീച്ച്. നമുക്ക് അങ്ങോട്ട് പോകുന്തോറും നമുക്ക് ഒരുപാട് സീബിൻ്റെ, അതായത് ഒമാൻ്റെ തന്നെ പഴമകൾ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങോട്ടുള്ളത് ഒമാൻ്റെ പുതുമ, അതായത് ഇവിടെ അൽമൂജ് സിറ്റിയാണ്. അവിടെ ഫിഷർമാൻ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് സീബു ബീച്ച്. അവരുടെ തന്നെ ബോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. രാവിലെ ROP എന്ന് പറഞ്ഞാൽ റോയൽ ഒമാൻ പോലീസിൻ്റെ ട്രെയിനിങ്ങുകൾ, പിന്നെ ഫുട്ബോൾ ടീമിൻ്റെ ട്രെയിനിങ്ങുകൾ എല്ലാം ഈ കടപ്പുറത്ത് നടക്കുന്നതാണ്. ഗൈസ്, ആദ്യം നമുക്ക് സീബിൻ്റെ പഴമയിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സീബിൻ്റെ പുതുമയിലേക്ക് പോവാം. വരൂ, നമുക്കാദ്യം പഴമയിലോട്ട് പോവാം. സൂക്കിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ആ ബീച്ച് റോഡിൽ കൂടെ നേരെ വന്നാൽ നമ്മൾ കാണുന്നത് ഈ സീബ് സൂക്കാണ്. വളരെ പ്രാചീനമായൊരു സീബ് സൂക്കാണ്. ഇവിടെ പണ്ട് പോർച്ചുഗീസുകാർ കോട്ട കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കോട്ട ഇപ്പോൾ നമുക്ക് കാണാനില്ല. പക്ഷേ ഭയങ്കര മനോഹരമായൊരു സ്ഥലമാണ് സീബ് സൂക്ക്. പക്ഷേ ഇവിടെ ബ്ലോക്ക് സർവ്വസാധാരണമാണ്. കാരണം ഒരു മാർക്കറ്റ് ആകുമ്പോൾ അതിൻ്റെ ബ്ലോക്ക് സർവ്വസാധാരണമാണ്. ഇവിടെ സീബ് സൂക്ക്. മയിലുകളെ നമ്മൾ കൂട്ടിൽ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ മയിലുകളും ഇവിടെയുണ്ട്. തുറമുഖ മാർക്കറ്റോട്ട് കയറി വരാം. ഭംഗിയുള്ള മാർക്കറ്റ് ഏരിയയാണ്. ഉണക്ക മീനുകൾ, നമ്മുടെ നാട്ടിലെ കൊഴുവ, നങ്ക്, പിന്നെ സ്രാവ്, ഇതെല്ലാ മീനുകളും. ഉണക്കനാരങ്ങകൾ ഇവിടെ കുറേ അധികം കാണാം. ഇവിടെ എല്ലായിടത്തും തന്നെ കാവ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യത്തൊന്നും അറിയാമല്ലോ, എപ്പോഴും കാണുന്നത് ഖജൂർ, ഈന്തപ്പഴങ്ങൾ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈന്തപ്പഴങ്ങൾ, ഒമാനി അലുവ എല്ലാം ഇവിടെ അതിമനോഹരമായിട്ട് അലങ്കരിച്ച് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ട് തനിയൊരു സൂക്കാണ്. നമ്മൾ മേളിലോട്ട് നോക്കുവാണെങ്കിലും താഴോട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ മനോഹരങ്ങളായ ഇതാണ്. ഇത് രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല കളറിലുള്ള ലൈറ്റുകൾ. ഇത് വേറൊരു റൂട്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതിലോ കൂടെ ആൾക്കാർ സൈക്കിൾ വിട്ട് വരുന്നുണ്ട്. എല്ലാം കൊണ്ടും വളരെ പഴമയുടെ ഒരു നഗരമായിട്ട് തന്നെ. ശരി, സീബിനെ കുറിച്ച് ചോദിച്ചു നോക്കാം അല്ലേ? മലയാളിയാണോ ചേട്ടാ? മലയാളിയാണോ? നമ്മുടെ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? സീബിൻ്റെ മാർക്കറ്റിനെ കുറിച്ച്, ഇവിടുത്തെ ആരാ? സീബിൽ ഈ മാർക്കറ്റിലുള്ള ആൾക്കാരോട് തന്നെ ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചരിത്രം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ചരിത്രം അന്വേഷിച്ച് നട്സ് വിൽക്കുന്ന ആളുടെ പുള്ളിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഇതിൻ്റെ സൂക്കിൻ്റെ പൾസറിനെ അവിടെയുള്ള ഒരാളോട് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മുടെ കൂടുതൽ ഇപ്പോൾ റസാക്കിക്കാണുള്ളത്. 25 വർഷമായിട്ട് ഒമാനിലുള്ള ആളാണ്. നമുക്ക് റസാക്കിക്കോട് തന്നെ സീബ് സൂക്കിനെ കുറിച്ച് ചോദിക്കാം. പറയുക, എങ്ങനെയാണ് സീബിൻ്റെ? ഞാൻ 2001 ഇവിടെ സീബിൽ വരുന്ന സമയത്ത് ഇവിടെ പച്ചക്കറി മാർക്കറ്റാണ്. ഇവിടെ പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ അറിയപ്പെടുന്ന സൂക്ക്. ഇത് പരമ്പരാഗത സൂക്കാണ്. കാരണം വെച്ചാൽ ഈ ഒരുപാട് ദൂരത്തു നിന്നുള്ള ആളുകൾ സീബിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും കിട്ടും. വെച്ചാൽ പലചരക്കായിക്കോട്ടെ, പച്ചക്കറി, മത്സ്യം, മാംസം, അതുപോലെ തന്നെ ട്രഡീഷണൽ ഒമാനി ക്യാപ്പുകൾ, തൊപ്പി, അവരെ കന്തൂറ, അവരെ ആവശ്യമുള്ള കഞ്ചർ, എല്ലാ സാധനം, ഹൗസ് ഹോൾഡ് ഐറ്റംസ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂക്കായിരുന്നു സീബ് സൂക്ക്. ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പായോ അങ്ങനെ എന്തോ ആണ്. എന്താണെന്നിത് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ നല്ലൊരു ഖജൂറുകൾ വലിയ പാക്കറ്റാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലവർ മില്ലാണ് നമ്മുടെ നാട്ടിൽ. ഞാനിവിടെ ഒന്ന് ഒമാനി വന്നിട്ട് ആദ്യമാണ് ഈ ഫ്ലവർ മില്ലുകൾ കാണുന്നത്.